നമസ്കാരം. മാനുവൽ വാഹനം ഓടുന്ന പലർക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ് ഓട്ടോമാറ്റിക് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട്. ഈ കാണുന്നത് കീലെസ് ഓട്ടോമാറ്റിക് വാഹനമാണ്. ഇതിൽ സ്റ്റാർട്ട് വരുന്നത് പുഷ് സ്റ്റാർട്ടാണ് വരുന്നത്. സ്റ്റോപ്പും സ്റ്റാർട്ടും വരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പല വാഹന ഉടമകളും, അതായത് മാനുവൽ വാഹനം ഓടിച്ച പലർക്കും പറ്റുന്ന ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത്, കാണിച്ചു തരാം. പുഷ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇഗ്നിഷൻ ഓണാവും. ഇഗ്നിഷൻ ഓണായി കഴിഞ്ഞാൽ പലരും ചെയ്യുന്ന രീതി വീണ്ടും അതുപോലെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കും. ഒന്നും കൂടി പ്രസ് ചെയ്യും. അങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ഇഗ്നിഷൻ ഓഫാവും, മറ്റു പല ഇലക്ട്രിക്കൽ പാർട്സുകളും ഓഫാവും. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയായി ഇഗ്നിഷൻ ഓൺ ചെയ്യണം. ഇഗ്നിഷൻ ഓൺ ചെയ്ത ശേഷം ന്യൂട്രൽ പൊസിഷനിലാണോ കിടക്കുന്നതെന്ന് നോക്കണം. ഇതിപ്പോൾ ന്യൂട്രലാണ് കിടക്കുന്നത്. ന്യൂട്രലിൽ കിടന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു സ്വിച്ച് വരുന്നുണ്ട്. ഈ സ്വിച്ച് പിടിച്ചിട്ടാൽ മാത്രം നോക്കണം. സ്വിച്ച് പിടിച്ചിട്ടാൽ മാത്രമേ പല മോഡുകളിലോട്ടും ഈ ലിവർ വീഴത്തുള്ളൂ. ഇതിപ്പോൾ ഡ്രൈവ് മോഡിലാണ് കിടക്കുന്നത്. ഇനി അടുത്ത ന്യൂട്രലാണ്, അടുത്ത റിവേഴ്സ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രേക്ക് ചവിട്ടിയാൽ മാത്രം, ഇപ്പോൾ ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ട്, ബ്രേക്ക് ചവിട്ടിയാൽ മാത്രമേ സ്റ്റാർട്ട് ആവത്തുള്ളൂ. അതുപോലെ തന്നെ ന്യൂട്രൽ പൊസിഷനിൽ കിടക്കണം. ഈ ലിവർ ന്യൂട്രലിൽ കിടന്നാലും ബ്രേക്ക് ചവിട്ടിയാലും മാത്രമേ സ്റ്റാർട്ട് ആവത്തുള്ളൂ. RPM മീറ്റർ കയറിയിട്ടുണ്ട്, സ്റ്റാർട്ടായിട്ടുണ്ട്. റൈസ് ചെയ്യുമ്പോൾ അറിയാം വാഹനം സ്റ്റാർട്ടായിട്ടുണ്ട്. വേറെ ഒരു പൊസിഷനിലും, അതായത് ഡ്രൈവ് മോഡിലോ റിവേഴ്സിലോ കിടന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. സ്റ്റാർട്ട് ആവത്തില്ല. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയി ബ്രേക്ക് അപ്ലൈ ചെയ്യണം. ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് പുഷ് സ്റ്റാർട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ വാഹനം സ്റ്റാർട്ട് ആവത്തുള്ളൂ. ഈ ഒരു കാര്യം പുതിയതായിട്ട്, അതായത് മാനുവൽ വാഹനം ഓടിച്ച് ഓട്ടോമാറ്റിക് ആദ്യമായിട്ട് ഓടിക്കാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. പലർക്കും ഇങ്ങനെ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ബ്രേക്ക് അപ്ലൈ ചെയ്ത് ന്യൂട്രൽ പൊസിഷനിൽ ലിവർ കൊണ്ടുവന്ന ശേഷം മാത്രമേ സ്റ്റാർട്ട് ചെയ്യാവൂ. പ്രധാനമായും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഹാൻഡ് ബ്രേക്ക് ഇട്ടിരിക്കണം. ഹാൻഡ് ബ്രേക്ക് ഇട്ട ശേഷം മാത്രമേ വാഹനം സ്റ്റാർട്ട് ചെയ്യുവാൻ പാടുള്ളൂ. അതുകൂടാതെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സാധാരണ മാനുവൽ ബ്രേക്കിനെക്കാട്ടിയും കുറച്ചുകൂടി പവർ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചെറുതായിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ വാഹനം പെട്ടെന്ന് നിൽക്കുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഒരു വാമപ്പിന് വേണ്ടിയിട്ട് ഒരു 4-5 കിലോമീറ്റർ ഓടിയതിന് ശേഷം മാത്രം പതിയെ ബ്രേക്ക് ചവിട്ടി അതിൻ്റെ കാര്യം മനസ്സിലാക്കിയ ശേഷം മാത്രം സ്പീഡ് കൺട്രോൾ ചെയ്ത് പോകാൻ ശ്രമിക്കണം. ഓക്കെ, ഇത് എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്, പുതിയതായിട്ട് ഓട്ടോമാറ്റിക് വാഹനം ഓടുന്നവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം എടുത്തു പറയുന്നത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, വാഹനം ഏത് പൊസിഷനിലാണ് ഇപ്പോൾ കിടക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ. അല്ലെങ്കിൽ ഇഗ്നിഷൻ ഓൺ ചെയ്തിട്ട് സ്റ്റാർട്ട് ആയില്ലെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. ഏത് മോഡിലാണ് കിടക്കുന്നതെന്ന് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ കിടക്കുന്ന ന്യൂട്രൽ പൊസിഷനാണ്. ഈ കിടക്കുന്നത് റിവേഴ്സാണ്. ഇത് ഡ്രൈവ് മോഡ്. അങ്ങനെ ഓരോ മോഡുകളുണ്ട്. അതുകൊണ്ട് എല്ലാ മോഡുകളും നോക്കി മനസ്സിലാക്കിയ ശേഷം മാത്രം വാഹനം സ്റ്റാർട്ട് ചെയ്യുവാൻ ശ്രമിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഹാൻഡ് ബ്രേക്ക് ഇട്ട ശേഷം മാത്രം, ഹാൻഡ് ബ്രേക്ക് ഓൺ ചെയ്ത്, അതായത് ഇപ്പോൾ റിലീസ് ചെയ്തേക്കാണ്, ഇതുപോലെ പിടിച്ചിട്ട് ഹാൻഡ് ബ്രേക്ക് കിടക്കുന്നെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യണം. പലരും
മാനുവൽ വാഹനം ഓടിക്കുന്ന രീതിയിൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്ത ഉടൻ തന്നെ റൈസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. ആ ഒരു കാര്യം മനസ്സിലാക്കി വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ നോക്കണം. ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ ബ്രേക്കിങ്ങിന് ക്ഷമത കൂടുതലായതുകൊണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചില വാഹനങ്ങൾക്ക് ഗിയർ നോബിനോട് ചേർന്ന് സ്വിച്ച് ഉണ്ടായിരിക്കത്തില്ല. അതായത് ഓട്ടോമാറ്റിക് വാഹനം ഓടിക്കുന്നവരുടെ ശ്രദ്ധയ്ക്കാണ്, ചില ഓട്ടോമാറ്റിക് വാഹനങ്ങളിൽ ഗിയർ നോബിനോട് ചേർന്ന് സ്വിച്ച് ഉണ്ടായിരിക്കത്തില്ല. അങ്ങനെ ഇല്ലാത്ത പക്ഷം നമുക്ക് ഡയറക്റ്റ് ഗിയർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതായത് ന്യൂട്രൽ പൊസിഷനിലോട്ടോ ഡ്രൈവ് മോഡിലോട്ടോ പാർക്കിംഗ് മോഡിലോട്ടോ ഏത് മോഡിലോട്ട് വേണമെങ്കിലും നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓട്ടോമാറ്റിക് വാഹനം ഓടിക്കുന്നത് സംബന്ധിച്ചുള്ള ഏതെങ്കിലും രീതിയിലുള്ള സംശയം ഉണ്ടെങ്കിൽ ഒന്നുകിൽ ആ വാഹനം ഓടിച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവറോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം വാഹനം ഓടിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്.